കൊണ്ടോട്ടി ടൗൺ വികസന പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കൾവർട്ട് നിർമ്മാണമാണ് തുടങ്ങിയത്. ബൈപ്പാസ് റോഡിൽ ജനതാ ബസാറിന്റെ ഭാഗത്താണ് പ്രവൃത്തി ആരംഭിച്ചത്. നഗര സൗന്ദര്യവൽക്കരണം നടപ്പാക്കുന്നതിന് മുന്നോടിയായി മഴവെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കാൻ ദേശീയപാതയിൽ 3 ഭാഗങ്ങളിൽ കൾവർട്ട് നിർമ്മിക്കുന്നുണ്ട്. വെള്ളം വലിയ തോട്ടിലേക്ക് എത്തിക്കുകയാണ് ഉദ്ദേശം. ബൈപ്പാസ് റോഡിലെ 2 കൾവർട്ടുകളും പൂർത്തിയായ ശേഷമായിരിക്കും 17-ൽ ഫെഡറൽ ബാങ്കിന്റെ ഭാഗത്ത് കൾവർട്ട് നിർമ്മിക്കുക. ഇവിടെ ജംഗ്ഷൻ ആയതിനാൽ ഈ ഭാഗത്ത് ദിവസങ്ങൾക്കകം പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. സ്ലാബും ഡ്രൈനേജും നേരത്തെ തന്നെ ഉണ്ടാക്കും. റോഡ് കീറി അവ സ്ഥാപിക്കുന്നതിനുള്ള കാലതാമസം മാത്രമേ ഉണ്ടാകൂ. കീറുന്നതോടുകൂടെ തന്നെ JCB ഉപയോഗിച്ച് ഡ്രൈനേജ് എടുക്കുന്നതോടുകൂടെ തന്നെ ഈ ഫിക്സഡ് സാധനം അതിൽ ഫിക്സ് ചെയ്ത് അപ്പം തന്നെ സ്ലാബിൻ്റെ മുകളിലൂടെ ഇട്ട് മണ്ണിട്ട് മൂടി പോകാം. 1 ദിവസം 2 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ പ്രവൃത്തികൾ തീരും. യാത്രക്കാരെയും വ്യാപാരികളെയും പ്രയാസപ്പെടുത്താതെ ജോലി പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. വെള്ളമൊക്കെ തോട്ടിലേക്ക് ഒഴുകും. തോട്ടിലേക്ക് ആ ഡ്രെയിനേജിൽ പോയിട്ട് നേരെ നമ്മളെ ദയാനഗറിലേക്കുള്ള റോഡുണ്ടല്ലോ, അമ്പലത്തിനോട് ചാരിയല്ലേ, ആ റോട്ടിൽ നമ്മൾ വലിയ വീല് 1.25 മീറ്റർ വീതിയിലാണ് ആ ഡ്രെയിനേജ് പോകുന്നത്. തോട്ടിലേക്ക് വരെ പോകും. അതിനാണ് 10 കോടി രൂപ നഗരസഭ വെച്ചത്. പിന്നെ ഉണ്ടാക്കുന്നത് സുൽത്താൻ പാലസിൻ്റെ റോഡുണ്ടല്ലോ, ആ റോഡ് അതിലിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഡ്രെയിനേജിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഉണ്ടാക്കുന്നത് ജനതാ ബസാറിൻ്റെ അവിടെ. അതായത് ഇപ്പോൾ 1 വേ സംവിധാനത്തിലൂടെയാണല്ലോ ഇപ്പോൾ ബൈപ്പാസിന് പോകുന്നത്. അപ്പോൾ 2 വണ്ടിക്ക് ഇപ്പോൾ ഒരുപോലെ പോകാൻ കഴിയുമല്ലോ. അതിൽ ഒരു ഭാഗം മാത്രമേ കീറുള്ളൂ. അപ്പം എന്താണ്, ഒരു ഭാഗം മാത്രം ഒരു റോഡിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ എടുക്കുകയുള്ളൂ. അതിനിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് അടുത്ത ഭാഗം കീറുള്ളൂ. അപ്പോൾ എന്താണ്, ടോറസ് വലിയ ലോറികളുണ്ടല്ലോ, അവർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. വലിയ വാഹനങ്ങളുണ്ട്, ചരക്ക് ലോറികൾ വരുന്നത് ധാരാളം പോകുന്നത് പാലക്കാട് കോഴിക്കോട് ഭാഗത്തേക്ക് ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെ പഴയ റൂട്ടിന് പോവാം. അത് ബൈപ്പാസിന് പോവാതെ പഴയ റൂട്ടിന് കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. അതിനുള്ള പോലീസ് അതിൻ്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ചെറിയ ഉപറോഡുകൾ ഒരുക്കുമെന്നും വലിയ തോട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കാൻ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഉടനുണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ UK മുഹമ്മദ് പറഞ്ഞു. ഇപ്പോൾ ചീനിത്തോട്, അതായത് കാസിയാരകം പള്ളിനോട് ചാരി പോകുന്ന ഒരു വലിയ തോടുണ്ട്. ആ തോട് 2 സൈഡും കെട്ടി കോൺക്രീറ്റ് ചെയ്ത് മുകളിൽ സ്ലാബ് ഇട്ട് ഓട്ടോറിക്ഷ, ചില 4 ചക്ര വാഹനങ്ങൾക്ക് 2 വീലറിനൊക്കെ പോകാനുള്ള സംവിധാനം അവിടെ ഒരുക്കും. അതേപോലെ തന്നെ കൊണ്ടോട്ടി ടൗണിലുള്ള നമുക്കറിയാം, ഇപ്പോൾ ആലിങ്ങൽ ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയുണ്ട് അവിടെ. അതും ഈ ഇടവഴി 2 ഭാഗവും കോൺക്രീറ്റ് ചെയ്ത് സ്ലാബിട്ട് ബൈപ്പാസിലേക്ക്, പഴയ അങ്ങാടിയിൽ നിന്ന് ബൈപ്പാസിലേക്ക് പോകാനുള്ള സംവിധാനം ഏർപ്പെടുത്തും. ഇവിടെ 1 വേ ആക്കുമ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ചെറിയ വാഹനങ്ങൾക്ക്, 2 വീലറിന്, അതേപോലെ ഓട്ടോറിക്ഷകൾക്ക്, ചെറിയ വാഹനങ്ങൾക്ക് ചുറ്റി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചെറിയ പോക്കറ്റ് റോഡുകൾ തുറന്ന് അവർക്ക് പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നത്. വലിയ തോടിന്റെ നവീകരണത്തിന് വലിയ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അതിനു കാത്തുനിൽക്കാതെ മഴയ്ക്ക് മുൻപേ വലിയ തോട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കുകയാണ് ലക്ഷ്യം. അതിനുള്ള പണി വൈകാതെ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, എയർ 1.